റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലെ NDAയുടെ ഘടകകക്ഷിയാണ്. ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നടത്തിവരുന്ന സമുന്നതമായിട്ടുള്ളൊരു പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ കേന്ദ്രമന്ത്രി ശ്രീ രാംദാസ് അത്തേവാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാടിന്റെ വികസനം NDA സർക്കാരിലൂടെ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് മോദിയുടെ ഗ്യാരണ്ടി അത്തേവാലയുടെ ഉറപ്പ് എന്ന രണ്ടാമത്തെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ശ്രീമതി നുസ്രത് ജഹാൻ, ഞങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ്, ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട് നേരിടും. കഴിഞ്ഞ ദീർഘകാലത്തെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരുവിധ വികസനവും വയനാട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മതേതര സ്വഭാവമുള്ള വികസനോന്മുഖ കേരളത്തിന്റെ വക്താവായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ശ്രീമതി നുസ്രത് ജഹാൻ വയനാടിന്റെ വികസനം NDA സർക്കാരിലൂടെ എന്ന മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഡിക്ലറേഷന്റെ വാർത്തകളൊക്കെ ഓൾറെഡി നിങ്ങൾ കേട്ടു കഴിഞ്ഞാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാഷണൽ ലേബർ പാർട്ടി ദീർഘകാലമായിട്ട് ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ റാം സാഗർ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ തൊഴിലാളികളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നാഷണൽ ലേബർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വ്യക്തമായിട്ടുള്ളൊരു പിന്തുണ LDF-നോ UDF-നോ നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ചൂഷണ വ്യവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് NDAയുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലെ ഇവരുടെ വിഷയങ്ങൾ കേൾക്കുകയും കൃത്യമായിട്ട് അത് കേന്ദ്രത്തെ അറിയിക്കുകയും വളരെ നിലവാരമുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് 25-ാം തീയതി 3 മണിക്ക് നാഷണൽ ലേബർ പാർട്ടിയും RPIയും ലയന സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. 100% സമുദായ സമവാക്യങ്ങൾക്കപ്പുറത്ത് നീതിപൂർവമായിട്ടുള്ള ഒരു വ്യവസ്ഥ പാർട്ടിക്കുള്ളിൽ ഈ ലയന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും നൽകുന്നുള്ള ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് വയനാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമതി നുസ്രത് ജഹാനാണ്. 24-നാണ് നമ്മുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തുന്നത്. 25-ാം തീയതിയാണ് ലയന സമ്മേളനത്തിന് പൊതുപരിപാടിയായി കണ്ട് ശ്രീമതി നുസ്രത് ജഹാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാർട്ടിക്ക് ഉന്നയിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ED ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ D രാജയുടെ ഭാര്യയാണ് ആനിരാജ. ആനിരാജ നിലമ്പൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഇലക്ഷൻ കൺവീനറായിട്ട്, LDF-ന്റെ ഇലക്ഷൻ കൺവീനറായിട്ട് നിശ്ചയിച്ചിട്ടുള്ള PM ബഷീർ, അദ്ദേഹം ആദിവാസികളുടെ ഭവന നിർമ്മാണം ബന്ധപ്പെട്ട് 13 ലക്ഷത്തോളം വരുന്ന തുക ചതിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്ത ഒരാളാണ്. നിലമ്പൂരിന്റെ മറ്റൊരു പ്രത്യേകത PV അൻവറാണ്. ഈ PV അൻവറും EDയുമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ PV അൻവറും ഈ ബഷീറും ആനിരാജയ്ക്ക് കൂട്ടി വായിക്കുമ്പോൾ ഈ ഇലക്ഷന്റെ മറവിൽ എന്ത് രീതിയിലുള്ള പണത്തിന്റെ ഇടപാടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും നിരീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കെജ്രിവാള് ഇപ്പൊ അകത്താണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ തെറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയൊരു ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കെജ്രിവാള് നിന്നു കൊടുക്കേണ്ടി വന്നത്. അതേ അവസ്ഥ തന്നെയാണ് ആനിരാജയ്ക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ശക്തിയുള്ള പാർട്ടിയാണ് CPI. അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയെ തഴഞ്ഞുകൊണ്ടാണ് ഈ ബഷീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവര് ഇലക്ഷൻ കൺവീനറായിട്ട് ചാർജ് കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ മണ്ഡലത്തിൽ
പ്രത്യേകിച്ച് ആ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈഫ് മിഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് 1,28,000 രൂപ വരെ പാവപ്പെട്ട വനവാസികൾക്ക് കിട്ടുന്ന സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വെറും 500 രൂപ മാത്രം കൊടുത്ത് ബാക്കിയുള്ള പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ മഹാനാണ് ഈ പറയുന്ന ബഷീർ. അദ്ദേഹം CPIയുടെ ജില്ലാ സമിതി അംഗമാണ്. ഈ ജില്ലാ സമിതി അംഗമായിട്ടുള്ള ഇദ്ദേഹത്തിന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുനീർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുനീറിന്റെ നേതൃത്വത്തിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ഇലക്ഷൻ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ CPIയുടെ മണ്ഡലം സെക്രട്ടറിയാണ് ഇലക്ഷൻ കൺവീനറായിട്ട് നിശ്ചയിച്ചത്. ഈ കീഴ്വഴക്കം ഇത്രയും കേഡറായിട്ടുള്ള ഒരു പാർട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു സാമ്പത്തിക ഇടപാട് നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. ഈ പാവപ്പെട്ട 2 ആദിവാസികള് അവർ മരിച്ചു കഴിഞ്ഞു. ഇവർ കോൺട്രാക്റ്റുമായി ഇടപെട്ടിട്ടുള്ള വിഷയത്തില് അവരുടെ മേൽക്കൂരകൾ ചോർന്ന് ലൈഫ് മിഷൻ പൈസ കൊടുത്തു പോലും തട്ടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ പാർട്ടി പ്രവർത്തകരാണ് ഇന്ന് വയനാടിന് ചുക്കാൻ പിടിക്കാമെന്ന് പറഞ്ഞ് ആനിരാജയെ മുന്നിൽ നിർത്തി കളിക്കുന്നത്. സെൻട്രലിൽ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് D രാജയെ എന്തിനാണ് ഇന്ത്യ സഖ്യത്തിൽ വന്നതെന്ന് വെച്ചാൽ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഈ വലിയൊരു സാമ്പത്തിക ഇടപാട്, D രാജയുടെ സെൻട്രലിലുള്ള കൂട്ടുകെട്ട് എല്ലാം കോർത്തിണക്കി വായിക്കുമ്പോൾ, കെജ്രിവാളിന്റെ അറസ്റ്റും കൂടി കോർത്തിണക്കി വായിക്കുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയുള്ള ഒരു മണ്ഡലമായിട്ട് മാറിയ വയനാടിൽ ആനിരാജയുടെ ഉദ്ദേശ ലക്ഷ്യം ആനിരാജ വ്യക്തമാക്കണം. ആനിരാജ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞത് ചൂഷണം ചെയ്യുന്നവരെക്കെതിരെ നടപടിയെടുക്കുമെന്ന്. അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ് ബഷീറിനെ അവിടെ നിയോഗിച്ചത്? പാർട്ടി കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് നിലമ്പൂരിൽ PV അൻവറിന്റെ മണ്ണിൽ, ED അന്വേഷണങ്ങൾ നേരിടുന്ന PV അൻവറിന്റെ മണ്ണിൽ അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആനിരാജ തന്നേ പറ്റൂ. പാവപ്പെട്ട ആദിവാസികളുടെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ വയനാടിനെ കുറിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കൺസേൺഡ് ആണ്, NDA കൺസേൺഡ് ആണ്. അതുകൊണ്ട് ശക്തിയുള്ള ഒരു പോരാളിയെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഞങ്ങളുടെ ഒപ്പം നാഷണൽ ലേബർ പാർട്ടിയിലെ കരുത്തുറ്റ ചങ്കൂറ്റമുള്ള ആളുകൾ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. 25-ാം തീയതിക്ക് ശേഷം വയനാട് ഉരുക്കുള്ള കൈകൾ ഉള്ള നാഷണൽ ലേബർ പാർട്ടിയിലെ നല്ല പ്രവർത്തകരോടുകൂടി വളരെ ശക്തിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നുസ്രത് ജഹാന് വലിയൊരു വിജയം വയനാട് കാഴ്ചവെക്കാനായിട്ട് പ്രയത്നിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുപോലെ തന്നെ 26-ാം തീയതി മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് അനുഗ്രഹം തേടി ശിവഗിരി നമ്മൾ സന്ദർശിച്ച് 25-ാം തീയതിയോട് കൂടിയിട്ട് ചെമ്പഴന്തി, അരുവിപ്പുറം, ശിവഗിരി, പാളയം ഇമാം, ബിഷപ്പ് ഹൗസ്, കവടിയാർ കൊട്ടാരം, ശാന്തിഗിരി, പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന 216 ആദിവാസി യുവാക്കളുടെ, വനവാസികളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം 27-ാം തീയതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ശ്രീമതി നുസ്രത് ജഹാനെ സ്വീകരിക്കും. അതിനുശേഷം വയനാട്ടിൽ വലിയൊരു റാലിയോട് കൂടിയിട്ട് നുസ്രത് ജഹാൻ രാഹുൽ ഗാന്ധിയെ നേരിടും. അപ്പോൾ ഇത്തരത്തില് വയനാടിന്റെ വികസന NDA സർക്കാരിലൂടെ, അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി, അത്തേവാലയുടെ ഉറപ്പ് എന്ന് പറഞ്ഞ 2 മുദ്രാവാക്യങ്ങളോടുകൂടി ശക്തിയുള്ള ഒരു പോരാട്ടം നയിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും എന്നാണ് ഈ പ്രസ് മീറ്റിലൂടെ അറിയിക്കാനുള്ളത്. ആനിരാജ വ്യക്തമായിട്ടുള്ള ഉത്തരം ഇതിൽ നൽകണം. EDയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു റൈറ്റപ്പ് തയ്യാറാക്കി ഇതെന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് പരിശോധിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്.